ഹലോ ഗൈസ്, നമുക്ക് ഒരു പുതിയ താമരയുടെ ട്യൂബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന താമരയുടെ ട്യൂബറാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു വെറൈറ്റി താമരയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ കിട്ടിയ ട്യൂബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസും ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ. ഈ ഒരു ട്യൂബർ നടുന്നതിന് മുൻപ് നമ്മൾ നട്ട താമരയുടെ അപ്ഡേഷൻസ് ഒന്ന് കാണാം കേട്ടോ. ഓൾറെഡി നമ്മളിവിടെ താമര നട്ടിട്ടുണ്ടായിരുന്നു, ട്യൂബർ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഇതേപോലെ ലീഫൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അമേരിക്കാമലിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. 2 ട്യൂബർ നമ്മൾ എക്സ്ട്രാ 2 പോട്ടുകളിലായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള ട്യൂബർ നടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഓൾറെഡി നമ്മൾ വേറെ ട്യൂബർ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര ഹെൽത്തി ആയിട്ടുള്ളതല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും പിടിക്കില്ല എന്ന് വിചാരിക്കണം. എന്തായാലും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി നട്ട് കൊടുക്കാം. ഈ ചാണകപ്പൊടി മണ്ണൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അത് ഇങ്ങനെ ചുവന്ന മണ്ണും. അപ്പോൾ ഇത് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ട്യൂബർ. ഇതേപോലെ സൈഡിൽ ഇങ്ങനെ അതിനെ വെക്കാനുള്ള രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ട്യൂബർ. ഇതാണ് നമ്മുടെ ട്യൂബർ വന്നിട്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ആ ട്യൂബർ വെക്കാനുള്ള സ്ഥലം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇനി ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്നൊക്കെ ലീഫുകൾ വരും. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കൊന്ന് ആ ഭാഗത്തൊന്നും നമ്മൾ മണ്ണങ്ങനെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കണ്ടോ, ജസ്റ്റ് അങ്ങനെ ഇരുന്നാൽ മതി. ചെറിയ രീതിയിലൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം അങ്ങനെ നിന്നോട്ടെ. ഇത് ലീഫുകളൊക്കെ വരുമ്പോൾ സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ചെറിയ രീതിയിലൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. ഇത് വേറൊരു ഹൈബ്രിഡ് താമരയുടെ തൈ മുളച്ച് വരുന്നതാണ് കേട്ടോ. അതായത് ട്യൂബർ നട്ടിട്ടുള്ളതാണ്, അമ്മ നട്ടതാണ് കേട്ടോ. അപ്പം അമ്മ നടുമ്പോൾ തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല, മണ്ണിൽ തന്നെ മുളപ്പിച്ചെടുക്കാണ് കേട്ടോ ചെയ്യാറ്. 1-2 ലീഫ് വന്നതിന് ശേഷമാണ് കേട്ടോ അമ്മ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കാണുന്ന ചട്ടിയിൽ നിൽക്കുന്നതൊക്കെ നാടൻ താമരയുടെ തൈകളാണ് കേട്ടോ. നമ്മളൊരു കുളത്തിൽ ഒരുപാട് നാടൻ താമര വളർത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൽ നിന്ന് ട്യൂബർ എടുത്തിട്ട് മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.